കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലേക്കുള്ള ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുന്നതോടൊപ്പം ടൂറിസം വികസനത്തിനും പ്രയോജനപ്പെടും. എനിക്ക് പിന്നിലുള്ള ഈ മറിപ്പുഴയിലെ ഈ കുന്നിൽ നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലാണ്. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. താമരശ്ശേരി ചുരം റോഡിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായാണ് തുരങ്കപാത വിഭാവനം ചെയ്തത്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ തുരങ്കപാത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിർദ്ദിഷ്ട തുരങ്കം പശ്ചിമഘട്ടത്തിലെ കുന്നുകൾക്കും വനങ്ങൾക്കും ഇടയിലൂടെയാണ് കടന്നുപോകുന്നത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ സ്വർഗ്ഗംകുന്ന് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് പുതിയ തുരങ്കപാത. ഈ തുരങ്കപാത ആനക്കാംപൊയിലിനും മേപ്പാടിക്കും ഇടയിലുള്ള ദൂരം 42 കിലോമീറ്ററിൽ നിന്നും 20 കിലോമീറ്റർ താഴെയായി കുറയ്ക്കുകയും ചെയ്യും. തുരങ്കപാത മേഖലയിൽ മികച്ച സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ടൂറിസം വികസനത്തിനും വഴിയൊരുക്കും. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള ദൂരം കുറയുകയും താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കാനും സാധിക്കും. തുരങ്കപാതയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേയെ കേരള സർക്കാർ നിയമിച്ചിരുന്നു. 2024 കൊങ്കൺ റെയിൽവേ ടെൻഡർ തുറന്നു. ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡിക്കോൺ ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ കരാർ. 4 വർഷമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ആനക്കാംപൊയിലിൽ നടന്നു. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തുരങ്കപാത ജനങ്ങളുടെ നൂറ്റാണ്ടുകളുടെ ആവശ്യമാണെന്നും തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം നാടിനെ ഉത്സവമാക്കുമെന്നും MLA പറഞ്ഞു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ആനക്കാംപൊയിലിൽ വെച്ച് നടത്തുകയാണ്. 10,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും അനുബന്ധ പരിപാടികൾ ഉൾപ്പെടെ വിളംബര ഘോഷയാത്രകൾ ഉൾപ്പെടെ നടത്തി ഒരു വലിയ ജനകീയ ഉത്സവമാക്കി ഈ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. പദ്ധതി നാടിനേറെ പ്രയോജനപ്രദമാണെന്ന് പ്രദേശവാസിയുമായ ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കടന്നു പോകുന്നത് എൻ്റെ വാർഡിൽ കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവാസികൾക്ക് ഏറെ സന്തോഷപ്രദമായ ഒരു പദ്ധതിയാണ് ഈ തുരങ്കപാത. കാരണം ഈ പ്രദേശം കാർഷിക മേഖല എല്ലാം കൃഷി നശിച്ച് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പിലായാൽ ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. ഒരു നാടിൻ്റെ സ്വപ്ന പദ്ധതിക്കാണ് ഇതോടെ തുടക്കം കുറിക്കുന്നത്. തിരുവമ്പാടിയിൽ നിന്നും ക്യാമറ പേഴ്സൺ റഫീഖിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നസീർ ബാബു. ഇന്ന് ചിങ്ങം 1. മലയാളത്തിന് ഇന്ന് പുതുവർഷവും പുതുനൂറ്റാണ്ടും. കൊല്ലവർഷം 1201-ന്റെ തുടക്കം കൂടിയാണ്. ഐശ്വര്യ സമൃദ്ധിയുടെ കർഷക ദിനവും ഇന്നാണ്. കർക്കടകത്തിന്റെ വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനായി നാടൊരുങ്ങും. ചിങ്ങപ്പുലരിൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ഗുരുവായൂർ എന്നിവിടങ്ങളിലെല്ലാം ഭക്തജന പ്രവാഹമാണ്.